ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഡ്രീം ലെവലിൽ ടീം ഇടാൻ കുറേ പേർക്ക് അറിയത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരു മത്സരം കൂടെ, ഏതെങ്കിലും പുതിയ മത്സരമാണ് നമുക്ക് ടീം ഇടണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഇടാമെന്നുള്ള ഞാൻ പറഞ്ഞുതരാൻ പോകുന്നു. ഇപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും മത്സരം, ഇപ്പം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ T20 മലേഷ്യൻ T20 ബ്ലാസ്റ്റേഴ്സിനൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ഏതാണെന്ന് കൂടെ എനിക്കറിയത്തില്ല. ഇതിലത്തെ പ്ലെയേഴ്സിനൊന്നും എനിക്കറിയത്തില്ല. എവിടെയൊക്കെ കണ്ട പോലെ ഒരു പരിചയമുണ്ട്, കാരണം ഞാൻ ടീം ഒരുപാട് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഈ പ്ലെയേഴ്സിനെ എവിടെ കണ്ട പോലെ എനിക്ക് നോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളൊരു ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും അറിയില്ല, ഈ പ്ലെയേഴ്സിനെ പറ്റി ഒന്നും അറിയില്ല, നിങ്ങൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നോക്കുക. ഇവിടെ മുകളിൽ സ്റ്റാറ്റ്സ് എഴുതിയിട്ടുണ്ട്. പിച്ച് ബാലൻസ്ഡ് ആണ്, ഗുഡ് സ്കോർ സ്പിന്നാണ്, ആവറേജ് സ്കോർ 140 ഏതോ മറ്റേ ഗ്രൗണ്ടിലാണ് ഇവിടെയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യണം, ഭയങ്കരമായിട്ട് പ്രഡിക്ഷൻ നടത്തണമെന്ന് വെച്ചാൽ പിച്ചിൻ്റെ പേരടിച്ചു കൊടുക്കുക, പിച്ചിൻ്റെ റിപ്പോർട്ട് നോക്കുക, കൂടുതൽ വിക്കറ്റ്സ് ഫാസ്റ്റ് ബോളേഴ്സ് ആണ് സ്പിൻ ബോളേഴ്സ് ആണ് നോക്കുക, സെക്കൻഡ് ഇന്നിങ്സ് ആണ് ഫസ്റ്റ് ഇന്നിങ്സ് ആണ് ബെസ്റ്റ് നോക്കുക, അതുപോലെ തന്നെ മാച്ചിന് സ്കോർ നോക്കുക, അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ബോളേഴ്സിനാണ് റൈറ്റ് ഹാൻഡ് ബോളേഴ്സിനാണ് കൂടുതൽ വിക്കറ്റ്സ് കിട്ടാറില്ല നോക്കുക, ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ, അതുപോലെ തന്നെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ്റെ കോമ്പിനേഷൻ നോക്കുക, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ആണോ നോക്കുക, അതുപോലെ തന്നെ ഓപ്പണിംഗ് ബൗളിംഗ് ചെയ്യുന്ന ബോളേഴ്സ് ലെഫ്റ്റ് ഹാം ആണോ റൈറ്റ് ഹാം ആണോ നോക്കുക, അതുപോലെ തന്നെ ആരൊക്കെ സ്പിന്നേഴ്സ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കണം. അതൊക്കെ ഇവിടെ നിങ്ങൾ ജസ്റ്റ് സിമ്പിളായിട്ട് ഞാൻ ഒരു ടീം ക്രിയേറ്റ് ചെയ്യണതിനെ പറ്റി സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡ്രീം ലെവലിലൊരു ടീം ക്രിയേറ്റ് ഇടാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു വിക്കറ്റിന് 30 പോയിന്റ് വെച്ചിട്ട് IPL കൊടുക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇതിൽ എത്രയാണെന്നൊന്നും അറിയില്ല, പക്ഷെ എന്നാൽ കൂടെ ഒരു ബോളറിന് ഒരു വിക്കറ്റ് വീണാൽ 25 പോയിന്റ്, അതേസമയം ഒരു ബാറ്റ്സ്മാൻ ഒരു 6 അടിച്ച് എത്ര പോയിന്റ് കിട്ടും? മാക്സിമം 12 പോയിന്റേ കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കൂടുതൽ ഒരു ബോളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പിക്ക് എന്ന് പറഞ്ഞാൽ ബോളറാണ്. സോ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക നിങ്ങൾ ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ഇപ്പോൾ നമുക്ക് ടീം നോക്കിക്കഴിഞ്ഞാൽ കുറേ പേര് ഇവരെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു പ്ലെയറിനെ എടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് 91% പിക്കുണ്ട്, അതുപോലെ തന്നെ താഴത്തുള്ള ഒരാൾ 75% പിക്കുണ്ട്. 2 പേരെ ഞാൻ എടുത്തു. പിന്നെ ഇപ്പുറത്തോട്ട് വന്നാൽ 91, മാക്സിമം ഒരു 85 മുകളിലുള്ളതൊക്കെ മാക്സിമം പിക്ക് ചെയ്ത്. ഇവിടെ 91, ഇവിടെ 86. അപ്പോൾ അങ്ങനെ മുകളിലുള്ള ആൾക്കാരൊക്കെ പിക്ക് ചെയ്ത് 80 ഉണ്ട്, 91 ഉണ്ട്. ഇവിടെ നോക്കിയാൽ 2 പേരും 70 ഉണ്ട്, 93 ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ പിക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഏറ്റവും കുറവുള്ളത് 60 ഉള്ളവനുണ്ട്, 45 ഉള്ളവനുണ്ട്, ഇപ്പുറത്ത് വന്നതിന് 30 ഉള്ളവനുണ്ട്. ഇത്രയും പെർസെൻറ്റേജ് പിക്ക് ചെയ്യൽ ഇതിൽ ആരെ നമ്മൾ ചൂസ് ചെയ്യുന്ന നമുക്ക് ഒരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ പിച്ച് ബാലൻസ്ഡ് ആണ്, ബാറ്റിങ്ങിനും ബൗളിങ്ങിനും ഈക്വൽ അഡ്വാൻറ്റേജ് ഉള്ള ഒരു ഇതാണ്. ഇവിടെ സ്പിൻ ബൗളേഴ്സിനാണ് കൂടുതൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ബാറ്റിംഗ് ആണെങ്കിൽ ആവറേജ് സ്കോർ 140 പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇവരുടെ ലാസ്റ്റ് മാച്ചോ പോയിൻറ്റ്സോ ഒന്നും കാണാൻ പറ്റുന്നില്ല. പോയിൻറ്റ്സ് കാണാൻ പറ്റുകയാണെങ്കിൽ പ്ലെയറിനെ മുഖത്ത് തൊട്ടിട്ട് അവിടെ മോറിൽ പോയി കഴിഞ്ഞാൽ പോയിൻറ്റ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇവരൊന്നും പോയിൻറ്റ്സ് ഇല്ല. ഇവർ ഡ്രീം ഇലവനിലൊക്കെ പുതിയ പ്ലെയേഴ്സാണ് തോന്നുന്നു. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ബെസ്റ്റായിട്ടുള്ള ഒരാളെ എങ്ങനെ ചൂസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ക്രെഡിറ്റ്സ് ഉണ്ടല്ലോ, ഈ ക്രെഡിറ്റ് 8, 9, 6 അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇതിൽ ഏറ്റവും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള കൂടുതൽ ക്രെഡിറ്റ്സ് ഉള്ള ആളെ നോക്കുക. ഇപ്പോൾ അതേ വഴിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മളിപ്പോൾ നോക്കിയിട്ട് പിക്ക് ചെയ്തു. കാരണം ഇവരുടെ റെക്കോർഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വൈസും നമുക്ക് എടുക്കാമായിരുന്നു. ഇപ്പം നല്ല ക്രെഡിറ്റ് ഉള്ള പ്ലെയേഴ്സിനെ നോക്കാം. ഓക്കെ, നമുക്ക് ബോളിങ്ങിൽ കുറച്ചുകൂടെ നല്ല ക്രെഡിറ്റ് ഉള്ള ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അതുപോലെ തന്നെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ 7 ക്രെഡിറ്റ് ഒക്കെയാണ്. അപ്പോൾ ഇതിലിനിപ്പോൾ ബോളിംഗ് കൂടെ കിട്ടുന്ന ബാറ്റിങ്ങും കിട്ടുന്ന ഒരു രീതിക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഏകദേശം ലൈനപ്പിൽ നോക്കുകയാണെങ്കിൽ എക്സ്പെക്റ്റഡ് ബാറ്റിംഗ് പ്ലസ് ബോളിംഗ് ഒരു ഓർഡർ ആയിരിക്കും വരിക. ഇപ്പം നമ്മുടെ ഈ ഒരു സഹിദ് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്, അത് ബോളിങ്ങിലാണ് കളക്കണം. പക്ഷേ അദ്ദേഹം ബോൾ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല, അതൊരു ടാസ്ക് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് നല്ല ക്രെഡിറ്റ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് നമുക്ക് എടുക്കാം. 6.5 ക്രെഡിറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റീസെൻറ്റ് മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ കാണാൻ പറ്റുന്നുണ്ട്, കണ്ടില്ലേ? ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ അദ്ദേഹത്തിൻ്റെ റീസെൻ്റ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ബോൾ ചെയ്തിട്ടുണ്ടോ, പോയിൻറ്റ്സ് എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു മാച്ച് 33 പോയിൻ്റ് എടുത്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഇപ്പോൾ തൽക്കാലം നിങ്ങളൊരു ടീം ഇങ്ങനെ എടുത്തു. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു ടീം സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ബാറ്റിങ് ബോളിങ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ബോളിങ്ങിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. അപ്പോൾ ബോളിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു ടീം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ ക്യാപ്റ്റൻ VC, അതാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം. എല്ലാവരും കൊടുക്കുന്ന ആളെ ക്യാപ്റ്റൻ കൊണ്ടുപോയി കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെപ്പറ്റി ഒരു ധാരണയില്ല, ഈ ഒരു മാച്ച് ആരാണ് പ്ലെയർ ആരാണോ ഒരു ധാരണയില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പേര് കൊടുത്ത ഒരാളെ ക്യാപ്റ്റൻ കൊടുക്കുക. പിന്നെ വൈസ് ക്യാപ്റ്റൻ കൊടുക്കുമ്പോഴാണ് ബാറ്റിംഗ് പ്ലസ് ബോളിംഗ് ചെയ്യുന്ന ഒരാളാണ് ഉണ്ടോ എന്ന് നോക്കുക. അതാകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. ഇപ്പം നമ്മൾ അക്തറിനെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈസ് ക്യാപ്റ്റൻ എല്ലാവരും കുറേ പേര് കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ ഈ പുള്ളിയെ പറഞ്ഞ ഈ പുള്ളിയാണ്. ഈ പുള്ളിയുടെ റെക്കോർഡ്സ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമുക്കിവിടെ റെക്കോർഡ്സ് ഉണ്ട്. ഇപ്പോൾ ബോളിംഗ് പോയിൻറ്റ്സ് അദ്ദേഹം 25 പോയിൻറ്റ്സ് ഇതാകും. ഇപ്പോൾ നമുക്ക് ഇദ്ദേഹത്തെ കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം ബാറ്റിംഗ് പ്ലസ് ബോളിംഗ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു അക്തർ ആണെങ്കിൽ റീസെൻറ്റ് പെർഫോമൻസ് അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ ഇവിടെ ഈ വ്യൂ മോറിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ബാറ്റിംഗ് പ്ലസ് ബോളിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ഓർഡർ കൂടെ നമുക്ക് നോക്കാം. ഈ ലൈനപ്പിൽ ഒരു എക്സ്പെക്റ്റഡ് ബാറ്റിംഗ് ഓർഡറാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഏകദേശം ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഔട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ വൈസ് ക്യാപ്റ്റനെ കൊടുക്കുന്നുള്ളൂ. ക്യാപ്റ്റൻസി കൊടുക്കുന്നത് ഈ 1 ഡൗൺ ആയിട്ട് ഇറങ്ങുന്ന ആ ടീമിൽ തന്നെ വേറൊരു പ്ലെയർ ഉണ്ടായിരുന്നു, ബാറ്റിംഗ് പ്ലസ് ബോളിംഗ് ചെയ്യുന്ന, ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൊടുത്തു. ഇപ്പോൾ ഇത് ഏകദേശം ഒരു ടീം, ചുമ്മാ ഒരു തട്ടിക്കൂട്ട് ടീം. ഈ ഒരു ടീമുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജയിക്കോ ഇല്ല എന്നാണ് നമുക്ക് അറിയാനുള്ളത്. വെറുതെ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ ജസ്റ്റ് സിമ്പിളായിട്ടൊരു ടീം, കുഴപ്പമില്ലാത്തൊരു ടീമായിട്ട് വരും. ഇതൊരു H2 ഒക്കെ ഇടാൻ പറ്റിയൊരു ടീമാണ്. നിങ്ങളുടെ ജസ്റ്റ് നോളേജ് വെച്ച് സിമ്പിളായിട്ട് ടീം ഇടണമെങ്കിൽ ഇതെങ്ങനെ ട്രൈ ചെയ്തോ. കുഴപ്പമില്ലാത്തൊരു പോയിൻറ്റ്സ് കിട്ടുന്നുള്ള കാര്യത്തിൽ ഷുവർ തന്നെയാണ് ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക. വീഡിയോ കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ.